നമസ്കാരം. ഇന്ന് ലോകമെമ്പാടും വേൾഡ് ഹാർട്ട് ഡേ 2024 ആചരിക്കുകയാണ്. ഹൃദയത്തിന് വേണ്ടി ഒരു ദിവസം എല്ലാ വർഷവും വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ ആചരിക്കുന്നത് പതിവാണ്. ഇത്തവണയും ഇന്നാണ് വേൾഡ് ഹാർട്ട് ഡേ വരുന്നത്. ഈ വേൾഡ് ഹാർട്ട് ഡേ എന്ന് പറയുന്നത് നമുക്ക് ഹൃദയത്തെപ്പറ്റി ഒന്ന് ആലോചിക്കാനും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കാനുമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ദിവസമാണ് വേൾഡ് ഹാർട്ട് ഡേ എന്ന് പറയുന്നത്. ഇത്തവണത്തെ ഒരു വേൾഡ് ഹാർട്ട് ഡേയുടെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ്. യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ് ഇത്തവണത്തെ തീം എന്ന് പറയുന്നത്. ഈ ആക്ഷൻ എന്ന് പറയുമ്പം നമുക്ക് ഓരോരുത്തരും അവരവരുടെ ഹൃദയ സംരക്ഷണത്തിനായിട്ട് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യകതയെ പറ്റിയും അതുപോലെ തന്നെ നമ്മൾ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചില പോളിസികളും അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ കൂടുതലുള്ള ആൾക്കാരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാനും പോളിസികൾ മാറ്റാനൊക്കെ ആയിട്ട് ഹാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഹൃദയാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ചില തീരുമാനങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരാശയമാണ് ഇത്തവണ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, ഒരു ഹാർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം, ഹാർട്ട് ഹെൽത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ ശരീരഭാരം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കുക. ആഴ്ചയിൽ നമ്മൾ ഒരു 150 മിനിറ്റ്സ്, ആഴ്ചയിൽ 150 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 ദിവസം 30 മിനിറ്റ്സ് വെച്ചിട്ട് ഒരു മീഡിയം ഇൻറ്റൻസിറ്റി എക്സസൈസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധ കൂടുതലായിട്ട് കൊണ്ടുവരണം. കൂടുതൽ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. സാച്ചുറേറ്റഡ് ഫാറ്റി ഫുഡ് കൂടുതൽ ഒഴിവാക്കുക. റെഡ് മീറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ വറുത്ത സാധനങ്ങൾ, വറുത്തും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗം കുറയ്ക്കുക. കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ലൈഫിൻ്റെ സ്ട്രെസ്സ് പൊതുവായിട്ട് കുറച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ് വരുന്ന കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് നമുക്ക് യോഗ, മെഡിറ്റേഷൻ, ഡീപ് ബ്രീത്തിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാം. ഒരു 6 to 7 hours ഉറക്കം എല്ലാ ദിവസവും എൻഷുർ ചെയ്യാൻ ശ്രമിക്കുക. ജനറലായിട്ട് ലൈഫിൽ കൂടുതൽ സ്ട്രെസ്സ് കൂടുതൽ എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റെഗുലർ ചെക്കപ്സ്, നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ കൃത്യമായ ഇൻ്റർവെല്ലുകളിൽ നമ്മൾ ചെക്ക് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക. ബ്ലഡ് ഷുഗർ നമ്മുടെ നിയന്ത്രണത്തിൽ വയ്ക്കുക. കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് അത് കുറയ്ക്കാനായിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. റെഗുലർ എക്സസൈസ് ചെയ്യുക. ഫുഡ് കൺട്രോൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൃദ്രോഗത്തിൻ്റെ സാധ്യത നമുക്കൊരു 50% കുറയ്ക്കാനാവും. ഈ വേൾഡ് ഹാർട്ട് ഡേയിൽ നമുക്കൊരു തീരുമാനമെടുത്ത് ഒരു ഹൃദയാരോഗ്യത്തിനായിട്ട് നമുക്ക് നല്ലൊരു കാൽവെപ്പ് നടത്താം. താങ്ക് യു.